എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്. എല്ലാവരും സ്വപ്നം കാണുന്നത് നല്ലൊരു ഭാവിയാണ്. എന്നാൽ സത്യത്തിൽ സന്തോഷം എന്നത് ദൂരെ എവിടെയോ ഉള്ള ഒന്നല്ല. അതുപോലെ നമ്മുടെ ഭാവി നാളെയിൽ നമ്മെ കാത്തിരിക്കുകയുമില്ല. സന്തോഷവും നമ്മുടെ ഭാവിയും സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെയാണ്, ഈ ഒരു നിമിഷത്തിലാണ്. ഇന്ന് നമ്മൾ എങ്ങനെ മൈൻഡ്ഫുൾനെസ് സന്തോഷത്തിലേക്കുള്ള ഒരു വാതിലായി മാറുന്നു എന്നതും പൂർണ്ണമായും ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഭാവി വാർത്തെടുക്കുവാൻ നമുക്കെങ്ങനെ സാധിക്കുമെന്നും നമ്മൾ കാണാൻ പോകുന്നു. മൈൻഡ്ഫുൾനെസ് എന്നത് പൂർണ്ണമായും ഈ ഒരു നിമിഷത്തിലായിരിക്കുന്നതാണ്, ഫുള്ളി പ്രസന്റ് ആയിരിക്കുന്നതാണ്. മുൻവിധികളില്ലാതെ, വിധിക്കാതെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ചുറ്റുപാടുകളെയും കുറിച്ച് അവബോധമുളവാക്കുന്നതാണ്. ഒരു കപ്പ് ചായ കുടിക്കുന്നത് സങ്കല്പിക്കാം. നിങ്ങൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ അതിൻ്റെ ചൂടും മണവും രുചിയും നിങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ മറ്റു ചിന്തകളിലാണ് നിങ്ങളെങ്കിൽ ആ ഒരു നിമിഷത്തെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. മൈൻഡ്ഫുള്ളായ വ്യക്തി വെറുതെ നിലനിൽക്കുകയല്ല, മറിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോൾ അത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. അത് കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷമുളവാക്കുന്നു. ഉദാഹരണമായി, പക്ഷികൾ ചിലയ്ക്കുന്ന സ്വരമോ ഇളങ്കാറ്റോ മറ്റും സന്തോഷം കൊണ്ടുവരുന്നു. നമ്മൾ കൂടുതൽ ക്ഷമയും സഹാനുഭൂതിയും ആഴമേറിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുമാകുന്നു. ഒരു വൈകാരിക ബാലൻസ് നമ്മൾ ആർജിച്ചെടുക്കുന്നു. മൈൻഡ്ഫുൾനെസ് നമ്മെ ഒന്ന് പോസ് ചെയ്ത് ശ്വാസമെടുത്ത് ജീവിതത്തെ അത് അൺഫോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യുവാൻ സഹായിക്കുന്നു. മൈൻഡ്ഫുൾനെസ് എങ്ങനെ ഭാവിയുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഞാൻ ഈ ഒരു നിമിഷത്തിൽ മാത്രം നിലനിന്നാൽ ഭാവിക്കായി എനിക്കെങ്ങനെ ഒരുങ്ങുവാൻ സാധിക്കുമെന്ന്. ഇതാണതിൻ്റെ സത്യം. ഭാവി മറഞ്ഞിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിലാണ്. പാസ്റ്റ് കടന്നുപോയി, ഫ്യൂച്ചർ ഇതുവരെ എത്തിയതുമില്ല. നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന, തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന, സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം പ്രസന്റാണ്, ഈ ഒരു നിമിഷമാണ്. അതുകൊണ്ട് മൈൻഡ്ഫുൾനെസ് എന്നത് ഭാവിയെ അവഗണിക്കുന്നതല്ല, മറിച്ച് ഈ ഒരു നിമിഷത്തിൽ വിവേകപൂർവം പ്രവർത്തിച്ച് അതിനെ വാർത്തെടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു നിമിഷത്തിലായിക്കൊണ്ട് ഭാവിയെ മികച്ചതാക്കി മാറ്റാൻ സാധിക്കും? അത് ഇങ്ങനെയാണ്. മൈൻഡ്ഫുള്ളായിരിക്കുന്നത് വ്യക്തത കൊണ്ടുവരുന്നു. പ്രധാനപ്പെട്ടവ ഏതാണെന്ന് തിരിച്ചറിയുവാനും ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസിനെ അവഗണിക്കുവാനും നമുക്ക് സാധിക്കുന്നു. ഇത് നമ്മുടെ യഥാർത്ഥ ഗോളുകളെ ഫോക്കസ് ചെയ്യാനും ഊർജം ചോർന്നു പോകാതിരിക്കാനും സഹായിക്കുന്നു. ദിവസവുമുള്ള ചെറിയ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കൂടുതൽ നാൾ നിലനിൽക്കുന്ന റിസൾട്ടിലേക്ക് നയിക്കാൻ അത് നമ്മെ സഹായിക്കുന്നു. ഉദാഹരണമായി, മൈൻഡ്ഫുള്ളായി കേൾക്കുന്നത് ഭാവിയിലേക്ക് സഹായകരമായ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്നു. മൈൻഡ്ഫുൾനെസ് റിയാക്ട് ചെയ്യുന്നതിനു പകരം റെസ്പോണ്ട് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ശാന്തരായി നിലനിൽക്കുവാനും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനും ഇതുമൂലം നമുക്ക് കഴിയുന്നു. ഇത്തരത്തിലുള്ള ക്വാളിറ്റി വളർത്തുന്നത് നല്ലൊരു ഭാവിയിലേക്ക് നയിക്കുന്നു. മറ്റൊന്ന്, മൈൻഡ്ഫുൾനെസ് കൺസിസ്റ്റൻസിക്ക്, സ്ഥിരതയ്ക്ക് കാരണമാകുന്നു എന്നുള്ളത്. ഇപ്പോഴുള്ള ശീലങ്ങളെ മൈൻഡ്ഫുള്ളായി ചെയ്യുന്നത് ഭാവിയിൽ വിജയിക്കാൻ കാരണമാകും. അതുപോലെ മൈൻഡ്ഫുൾ ആകുമ്പോൾ നമ്മളൊരു ഗോളിനെ ചേസ് ചെയ്യുക മാത്രമല്ല, നമ്മൾ ആ യാത്രയെ തന്നെ, അതിലേക്കുള്ള ഓരോ ചുവടുകളെ തന്നെ ആസ്വദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഭാവി സക്സസ്ഫുള്ളാകാൻ മാത്രമല്ല, സന്തോഷകരമാക്കുവാനും നമുക്ക് സാധിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ഒരു നിമിഷം എന്നത് ഭാവിയെ പണിയുവാനുള്ള ഒരു വർക്ക്ഷോപ്പായി പരിഗണിക്കാം. ഇനി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ചില സിമ്പിളായ വഴികൾ നോക്കിയാലോ? ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും മൈൻഡ്ഫുള്ളായി ഒരു ശ്വാസമെടുക്കാൻ ശ്രമിക്കാം. ഇടയ്ക്കൊക്കെ തിരക്കടിക്കാതെ ഒന്ന് പോസ് ചെയ്ത് ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്താം. ദിവസവും രാത്രി നന്ദി ഉളവാക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. മറ്റൊന്ന്, ദിവസവും സാവധാനത്തിൽ നടക്കുവാനും ഓരോ ചുവടുകളെയും ശ്രദ്ധിക്കുവാനും ശ്രമിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾനെസ് സന്തോഷത്തിലേക്കും നല്ലൊരു ഭാവിയിലേക്കുമുള്ള
ഒരു പടിവാതിൽ തന്നെയാണ്. ഭാവി എന്നത് നമ്മൾ കാത്തിരിക്കുന്ന ഒന്നല്ല, അത് സൃഷ്ടിച്ചെടുക്കുന്നതാണ്. മോമെന്റ് ബൈ മോമെന്റ്, നമ്മുടെ ചിന്തകളിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും സാന്നിധ്യത്തിലൂടെയും. സന്തോഷം എന്നത് അടുത്തൊരു നിമിഷത്തിലല്ല കണ്ടെത്തുന്നത്, മറിച്ച് ഈ ഒരു നിമിഷത്തിലാണ് അത് മറഞ്ഞിരിക്കുന്നത്. ലിവ് ഇറ്റ് ഫുള്ളി ആൻഡ് യുവർ ഫ്യൂച്ചർ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. ഈ ഒരു സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ടുഗെദർ ലെറ്റ്സ് ലേൺ ടു ലിവ് മൈൻഡ്ഫുള്ളി, happily and wisely.